നാളത്തെ ട്രേഡിംഗ് സെഷനിൽ മാർക്കറ്റിന്റെ ശ്രദ്ധയാകർഷിക്കാൻ സാധ്യതയുള്ള സ്റ്റീൽ സെക്ടറിലെ ഒരു സ്റ്റോക്കാണ് APL അപ്പോളോ ട്യൂബ്. APL അപ്പോളോ ട്യൂബ് ഇന്ന് 2.4% ഉയർന്ന് 1653 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയും ചെയ്തു. 52 വീക്കിലോ 1272, 52 വീക്ക് ഹൈ 1728. APL അപ്പോളോ ട്യൂബിന്റെ ക്വാർട്ടർലി റിസൾട്ടും ഇന്ന് മാർക്കറ്റ് അവറിന് ശേഷം പുറത്തുവന്നു. മികച്ച ക്വാർട്ടർലി റിസൾട്ടിന്റെ പശ്ചാത്തലത്തിലും APL അപ്പോളോ ട്യൂബ് എന്ന സ്റ്റോക്കിനെ നമ്മൾക്ക് ഫോക്കസ് ചെയ്യാവുന്നതാണ്. കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 72% വർദ്ധിച്ച് 170 കോടിയിൽ നിന്നും 293 കോടിയിലേക്ക് എത്തുകയും റവന്യൂ ഫ്രം ഓപ്പറേഷൻ 16% വർദ്ധിച്ച് 4765 കോടിയിൽ നിന്നും 5508 കോടിയിലേക്ക് എത്തുകയും ചെയ്തു. ടോട്ടൽ ഇൻകം ഇയർ ഓൺ ഇയറിൽ 4784 കോടിയിൽ നിന്നും 5543 കോടിയിലേക്ക് എത്തി. കൂടാതെ പ്രോഫിറ്റ് ബിഫോർ ടാക്സിൽ 62% വർധനവുണ്ടായി 221 കോടിയിൽ നിന്നും 358 കോടിയിലേക്ക് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ഉയർന്നു. ടോട്ടൽ എക്സ്പെൻസിൽ വർധനവുണ്ടായെങ്കിലും എക്സ്പെൻസുമായി താരതമ്യപ്പെടുത്തുമ്പോൾ റവന്യൂവിലുണ്ടായ വർധനവിന്റെ പശ്ചാത്തലത്തിലാണ് കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് ഉയർന്നത്. APL അപ്പോളോ ട്യൂബിന്റെ 2025 ഫിനാൻഷ്യൽ ഇയറിലെ കൺസോളിഡേറ്റഡ് പെർഫോമൻസ് നമ്മൾ നോക്കിയാൽ റവന്യൂ ഫ്രം ഓപ്പറേഷൻ 17,506 കോടിയിൽ നിന്നും 19,996 കോടിയിലേക്ക് എത്തി. കൂടാതെ നെറ്റ് പ്രോഫിറ്റ് 732 കോടിയിൽ നിന്നും 757 കോടിയിലേക്കാണ് ഉയർന്നിരിക്കുന്നത്. ക്വാർട്ടർലി റിസൾട്ടിനോടനുബന്ധിച്ച് ₹5.75 പെർ ഷെയർ എന്ന റേറ്റിൽ കമ്പനി ഡിവിഡൻഡും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കമ്പനിയുടെ അല്ലെങ്കിൽ APL അപ്പോളോ ട്യൂബിന്റെ പാസ്റ്റ് പെർഫോമൻസും മികച്ചതാണ്. 5 വർഷം കൊണ്ട് ഏകദേശം 1200% റിട്ടേൺ നൽകിയ സ്റ്റോക്കാണ്. ഇയർ ടിൽ ഡേറ്റിൽ 4% റിട്ടേൺ നൽകി. കഴിഞ്ഞ ഒരു മാസം കൊണ്ട് 15% റിട്ടേൺ നൽകി. 2022 മെയ് മാസത്തിൽ, അതായത് 2022 മെയ് 24 1729 എന്ന 52 വീക്ക് ഹൈയിലേക്ക് എത്തിയ സ്റ്റോക്ക് അവിടെ നിന്നും ഒരു കറക്ഷൻ ഫേസിലേക്ക് നീങ്ങുകയും 1250 സ്ട്രോങ് ബേസ് ഫോം ചെയ്തതിന് ശേഷം ഹയർ സൈഡിലേക്ക് നീങ്ങുകയുമാണ്. ബ്രേക്ക്ഔട്ട് ട്രേഡിംഗ് പോയിന്റ് ഓഫ് വ്യൂവും സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാം. 1650 എന്ന ലെവലിന് മുകളിൽ സ്റ്റോക്ക് സസ്റ്റെയിൻ ചെയ്യുന്നിടത്തോളം കാലം ബ്രേക്ക്ഔട്ട് വരാൻ സാധ്യതയുണ്ട്. കാരണം ബ്രേക്ക്ഔട്ട് ലെവലാണ് 1650. ഇവിടെ നിന്നും 1760, 1770 തുടങ്ങിയ ലെവലുകളിലേക്ക് സ്റ്റോക്ക് ഉയർന്നേക്കാം. 1590 രൂപയുടെ സ്റ്റോപ്പ് ലോസ് വേണം APL അപ്പോളോ ട്യൂബ് എന്ന സ്റ്റോക്കിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ. APL അപ്പോളോ ട്യൂബ് എന്ന കമ്പനി പ്രധാനമായും സ്റ്റീൽ സ്ട്രക്ചറുകൾ മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയാണ്. ഏകദേശം 29ലധികം സിറ്റികളിൽ പ്രസൻസ് ഉള്ള കമ്പനിയാണ്. കൂടാതെ 20ലധികം രാജ്യങ്ങളിലേക്ക് കമ്പനി അതിൻ്റെ പ്രൊഡക്റ്റുകൾ എക്സ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നു. ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് നമ്മൾ പരിശോധിച്ചാൽ 800ലധികം ഡീലേഴ്സ് ഉള്ള ഒരു കമ്പനി കൂടിയാണ്. പ്രീ ഗാൽവനൈസ്ഡ് ട്യൂബ്, സ്ട്രക്ചറൽ സ്റ്റീൽ ട്യൂബ്, ഗാൽവനൈസ്ഡ് ട്യൂബ്, കൂടാതെ ബ്ലാക്ക് പൈപ്പ്, ഹോളോ സെക്ഷൻസ് എന്നിവയാണ് കമ്പനിയുടെ പ്രധാന പ്രൊഡക്റ്റ് പോർട്ട്ഫോളിയോയിൽ കാണുന്നത്. നാളത്തെ ട്രേഡിംഗ് സെഷനിൽ മാർക്കറ്റിന്റെ ശ്രദ്ധ ആകർഷിക്കാൻ സാധ്യതയുള്ള 54 രൂപ മാത്രം വിലയുള്ള ഒരു സ്റ്റോക്കാണ് സുസിലോൺ എനർജി. സുസിലോൺ എനർജി ഇന്ന് 2% ഉയർന്ന് 54 രൂപ 90 പൈസയ്ക്കടുത്ത് ക്ലോസിംഗ് നൽകുകയും ചെയ്തു. 75,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 65.56, 52 വീക്കിലോ 37, 52 വീക്ക് ഹൈ 86. സുസിലോൺ എനർജിക്ക് BPCLന്റെ സൈഡിൽ നിന്നും 50 മെഗാവാട്ട് ശേഷിയുള്ള ഒരു വിൻഡ് ഫാം പ്രോജക്റ്റ് ലഭിച്ചു എന്നുള്ളതാണ് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പോസിറ്റീവ് അപ്ഡേറ്റ്. BPCL എന്ന PSU കമ്പനിയുടെ സൈഡിൽ നിന്നും ഈ ഓർഡർ ലഭിച്ചതിന്റെ പശ്ചാത്തലത്തിൽ നാളത്തെ ട്രേഡിംഗ് സെഷനിൽ സുസിലോൺ എനർജി എന്ന സ്റ്റോക്ക് മാർക്കറ്റിന്റെ ശ്രദ്ധ ആകർഷിക്കാൻ സാധ്യതയുണ്ട്. 2040 10 ജിഗാവാട്ട് ക്ലീൻ എനർജി പോർട്ട്ഫോളിയോ ജനറേറ്റ് ചെയ്യുക എന്നുള്ള ടാർഗറ്റാണ് സുസിലോൺ എനർജി എന്ന കമ്പനിക്ക് മുന്നിലുള്ളത്. ഈ ലക്ഷ്യത്തിലേക്ക് കമ്പനി നീങ്ങുന്ന രീതിയിലുള്ള ശക്തമായ ഓർഡർ ബുക്ക് നമ്മൾക്ക് കാണാൻ സാധിക്കും. 5622 മെഗാവാട്ടിന്റെ ഓർഡർ ബുക്കാണ് കമ്പനിക്ക് ലഭിച്ചിരിക്കുന്നത്. കൂടാതെ റീസെൻ്റ്ലി കമ്പനിക്ക് 2 മേജർ ഓർഡർ ലഭിച്ചിരുന്നു. സൺഷുവർ എനർജിയിൽ നിന്നും 100 മെഗാവാട്ട് ശേഷിയുള്ള വിൻഡ് പ്രോജക്റ്റ് സെറ്റപ്പ് ചെയ്യാനും NTPC ഗ്രീൻ എനർജിയിൽ നിന്നും 378 മെഗാവാട്ട് ശേഷിയുള്ള ഒരു വിൻഡ് പ്രോജക്റ്റ് സെറ്റപ്പ് ചെയ്യാനുമുള്ള ഓർഡർ റീസെൻ്റ്ലി സുസിലോൺ എനർജി എന്ന കമ്പനിക്ക് ലഭിക്കുകയും ചെയ്തു. സുസിലോൺ എനർജി എന്ന കമ്പനി ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇൻവെസ്റ്റേഴ്സിന് മികച്ച റിട്ടേൺ നൽകിയ ഒരു സ്റ്റോക്ക് കൂടിയാണ്. കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് 37%, 2 വർഷം കൊണ്ട് 546%, 3 വർഷം കൊണ്ട് 519% റിട്ടേൺ നൽകിയ സ്റ്റോക്ക് 5 വർഷം കൊണ്ട് 2296% റിട്ടേൺ ആണ് നൽകിയത്. സുസിലോൺ എനർജിയുടെ
വീക്കിലി ക്യാൻഡിൽ പാറ്റേണും മന്ത്ലി ക്യാൻഡിൽ പാറ്റേണും നമ്മൾ പരിശോധിച്ചാൽ ട്രെൻഡ് അത്ര അനുകൂലമല്ല എന്ന് മനസ്സിലാകും. 2024 സെപ്റ്റംബർ മാസത്തിലെ 52 വീക്ക് ഹൈ ആയ 87 രൂപയിൽ നിന്നും സ്റ്റോക്ക് കറക്ഷൻ ഫേസിലൂടെയാണ് ഇപ്പോഴും കടന്നുപോകുന്നത്. 2024 ഒക്ടോബർ മാസത്തിൽ സ്റ്റോക്ക് 16% കറക്റ്റായിരുന്നു. അതിനുശേഷം നവംബർ മാസത്തിൽ 6%, 2024 ഡിസംബർ മാസത്തിൽ 1% കറക്റ്റായി. 2025 ജനുവരി മാസത്തിൽ സ്റ്റോക്ക് 7%, ഫെബ്രുവരി മാസത്തിൽ സ്റ്റോക്ക് 14%മാണ് കറക്റ്റായത്. അതായത് 2024 ഒക്ടോബർ മുതൽ 2025 ഫെബ്രുവരി മാസം വരെയുള്ള കാലയളവിൽ സ്റ്റോക്ക് ബിയറിഷ് ട്രെൻഡിലാണ് സഞ്ചരിച്ചത്. കൂടാതെ 35%-ലധികം കറക്റ്റ് ആവുകയും ചെയ്തു. അതേസമയം 100-ഡേ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചിനടുത്ത് സ്റ്റോക്കിന് ഒരു സപ്പോർട്ട് ലഭിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾക്ക് പരിഗണിക്കാം. കൂടാതെ സ്റ്റോക്കിൻ്റെ വരും സമയങ്ങളിലെ മൂവ്മെൻറ്റും ഒരു റേഞ്ച് ബൗണ്ട് മൂവ്മെൻ്റ് ആയിരിക്കാനാണ് സാധ്യത. 48 രൂപയുടെ സപ്പോർട്ടും 62 രൂപയുടെ റെസിസ്റ്റൻസുമാണ് സ്റ്റോക്കിനുള്ളത്. 52 വളരെ പ്രധാനപ്പെട്ട ഒരു ക്രൂഷ്യൽ സപ്പോർട്ടാണ്. 52 എന്ന സപ്പോർട്ട് ഏതെങ്കിലും കാരണവശാൽ നഷ്ടപ്പെടുകയാണെങ്കിൽ സ്റ്റോക്ക് 48, 45 തുടങ്ങിയ സോണുകളിലേക്ക് ഇടിയാൻ സാധ്യതയുണ്ട്. സപ്പോർട്ട് പ്രൈസിൽ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് 48-നടുത്തോ 45-നടുത്തോ സ്റ്റോക്കിനെ വാങ്ങാവുന്നതാണ്. അതല്ല ഷോർട്ട് ടൈമിൽ ഹൈ മൊമെൻറ്റം പ്ലേ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക് 62 രൂപയുടെ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തതിന് ശേഷം ബ്രേക്കൗട്ട് ട്രേഡിംഗ് പോയിന്റ് ഓഫ് വ്യൂ സ്റ്റോക്കിനെ പരിഗണിക്കാവുന്നതാണ്. ഇനി റേഞ്ച് ബൗണ്ട് ലെവലിൽ ട്രേഡ് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് 48 രൂപയുടെ സപ്പോർട്ടും 62 രൂപയുടെ റെസിസ്റ്റൻസ് എന്ന ലെവലും പരിഗണിക്കാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്